മക്കളാണെങ്കിൽ കൂടി സ്കൂളിൽ പോണത് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് ആരാന്നറിയോ? ആർക്കെങ്കിലും അറിയോ? ഞാൻ പറയട്ടെ, അമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ മക്കളെ കുറിച്ചുള്ള ടെൻഷൻ. അച്ഛന്മാർക്ക് ഇല്ല എന്നല്ല, അച്ഛന്മാർക്ക് ഉണ്ട്. എന്നാൽ കൂടി ഒരു പടി മുന്നിൽ അമ്മമാർക്കാണ്. കാരണം എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ, അവര് സ്കൂളിൽ ഇപ്പം നമ്മൾ പഠിപ്പിച്ച് വിടും. ചിലപ്പോൾ അവർക്ക് ഓർമ്മയുണ്ടാവില്ല, ചിലപ്പോൾ പഠിക്കാനുള്ള മടി, ഹോംവർക്ക് ചെയ്യാനുള്ള മടി. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ എക്സാം ഒക്കെ ആണെങ്കിൽ പഠിക്കടാന്ന് പറയും. അവർ തലേ ദിവസം നമ്മളുടെ നിർബന്ധത്തിൽ ബുക്ക് എടുക്കും. പക്ഷെ പിറ്റേ ദിവസം സ്കൂളിൽ പോയി കഴിയുമ്പോൾ അതെല്ലാം തെറ്റും, ചിലപ്പോൾ മറന്നു പോകും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും, പഠിക്കണം, എനിക്കും എന്താ പറയുക നല്ല മാർക്ക് വാങ്ങണം, പഠിക്കണം എനിക്ക്, പക്ഷെ ഓർമ്മ കിട്ടുന്നില്ല. അതൊക്കെ അവർക്കും ഒരു ചിന്തയുണ്ടാവും. നമ്മിങ്ങനെ ചീത്ത പറയും, പഠിക്കടാ പറയുമ്പോൾ അവർക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്, ദേഷ്യം വരും, ചിലപ്പോൾ കരയും, ചിലപ്പോൾ അവരെന്തെങ്കിലും പറയും. പക്ഷെ അതിൻ്റെ ഉള്ളിലില്ലേ അവർക്ക് നല്ല ആഗ്രഹം ഉണ്ടാവും, എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് പഠിച്ചതൊന്നും ഓർമ്മ കിട്ടില്ല, ഞാൻ എന്താ ചെയ്യുക. നമ്മളിപ്പോൾ പഠിച്ചത് ഓർമ്മ കിട്ടില്ല നമ്മളുടെ അടുത്ത് പറഞ്ഞാൽ നമ്മ എന്താ പറയും, നീ TV കണ്ടിട്ടാണ് അല്ലെങ്കിൽ ഫോൺ നോക്കിയിട്ടാണ്, നിനക്ക് ആ ഒരു ഇതുള്ളൂ പറഞ്ഞ് നമ്മ ചീത്ത പറയും. അല്ലാതെ അവരുടെ പ്രശ്നങ്ങള് നമ്മ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ എൻ്റെ മക്കളും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. പഠിക്കാൻ പറഞ്ഞാൽ തീരെ അനുസരിക്കില്ല, ഭയങ്കര ഇതാണ്. കഴിഞ്ഞ വർഷമൊക്കെ വലിയ മോൻ ഭയങ്കര ഉഴപ്പായിരുന്നു. 5ാം ക്ലാസ്സിലാണെങ്കിലും ഭയങ്കര ഒരു എന്താ പറയുക, പഠിക്കാനുള്ള മടി, എഴുതാനുള്ള മടി, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അതിനെയും വെച്ച് കുറച്ച് ബെറ്ററായി. അവൻ എന്നെ തോന്നി എനിക്ക് പഠിക്കണം, ജയിക്കണം, മാർക്ക് വാങ്ങണം എന്ന്. അവന് നല്ല ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 5ാം ക്ലാസ്സിലൊക്കെ ഭയങ്കര ഒരു മോശമായിരുന്നു. എന്നാലും ജയിക്കും, പാസ്സാവും, പക്ഷെ മാർക്ക് കുറവായിരുന്നു. ഞാനും അതേപോലെ തന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ പറഞ്ഞു. പക്ഷെ അവനത് കരഞ്ഞിട്ട് തന്നെ നമ്മൾ ഹോംവർക്ക് ചെയ്യും. നമ്മിങ്ങനെ പറയുമ്പോൾ അവർക്ക് സങ്കടം വരും. അപ്പം അവൻ ഹോംവർക്ക് ആയാലും പഠിക്കുന്നതായാലും കരഞ്ഞ് എനിക്ക് വേണ്ടി ചെയ്യാറില്ല, അമ്മമാർക്ക് വേണ്ടി ചെയ്യുക. അതേപോലെ ആയിരുന്നു അവൻ കഴിഞ്ഞ പ്രാവശ്യം. പക്ഷെ ഇപ്രാവശ്യം അവന് അതിൽ നിന്ന് നല്ല മാറ്റമുണ്ട്. ആ മാറ്റത്തിൻ്റെ കാര്യം ഞാനൊരു ട്രിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ നിങ്ങളോട് പറയാം. പക്ഷെ അവനറിയില്ല കേട്ടോ ട്രിക്ക് എന്താണ്, ഇപ്പോഴും അവനറിയില്ല. പക്ഷെ ട്രിക്കല്ല, സോറി, ഞാൻ പറയാം, ഒരു മന്ത്രമാണ്. അപ്പം ഞാൻ ആ മന്ത്രം എന്താണ് എന്ന് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. അപ്പോൾ ആ മന്ത്രം നമ്മൾ എഴുതിയിട്ട് റെഡ് മഷി പേനയും കൊണ്ട് എഴുതിയിട്ട് ഒന്നിലേ പഠിക്കുന്ന ഒരു മുറിയിൽ ഒട്ടിച്ച് വയ്ക്കുക. അതല്ലെങ്കിൽ അവൻ്റെ ബുക്കുകൾ, ബാഗിൽ, ബോക്സിലായാലും അല്ലെങ്കിൽ ബുക്കുകളുടെ ഇടയിൽ ഏതെങ്കിലും ബുക്കിൽ, അവന് ഏറ്റവും കഷ്ടമുള്ള കുട്ടികൾക്ക് ഏതാണ് ടഫ് കഷ്ടമുള്ള ബുക്കിലായാലും അതുപോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, അവർ കാണണം, ആ നമ്പർ കാണണം. പക്ഷെ അവർക്ക് എന്താണെന്നറിയില്ല, പക്ഷെ അത് കാണണം. അങ്ങനെയുള്ള പഠനമുറിയിലൊക്കെ ഒട്ടിച്ച് വെച്ചാൽ അവരിങ്ങനെ നോക്കും. പക്ഷെ ചീന്തിക്കളയാനൊന്നും പാടില്ല കേട്ടോ. അപ്പം ഞാൻ ചെയ്തത് ബുക്കിലാണ് വെച്ചിരുന്നത് കേട്ടോ, ബുക്കിലാണ് അവൻ്റെ ഒട്ടിച്ച് വെച്ചിരുന്നത്. അപ്പോൾ ഏത് മന്ത്രമാണെന്ന് ഞാൻ എഴുതിയത് കാണിച്ചു തരാം, സ്ക്രീനിൽ കാണിച്ചു തരാം. അപ്പോൾ കാണിച്ചു തരുന്നതിൻ്റെ മുന്നായിട്ട് വിശ്വാസത്തോടു കൂടെ തന്നെ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓം ഐം സരസ്വത്യൈ നമഃ. അപ്പോൾ ഇതാണ് മന്ത്രം. സരസ്വതി ദേവിൻ്റെ ഏറ്റവും ഉത്തമമായ മന്ത്രമാണ്, ശക്തിയുള്ള മന്ത്രമാണ്. കാരണം കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടിയുള്ള അതിശക്തിയായ മന്ത്രമാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, ഈ മന്ത്രം എന്താ പറയുക, എഴുതാൻ അറിയുന്ന കുട്ടികളാണെങ്കിൽ, വായിക്കാനും എഴുതാനും അറിയുന്ന കുട്ടികളാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഒരു റെഡ് മഷി പേന എടുത്തിട്ട് നമ്മൾ ഈ മന്ത്രം 9 പ്രാവശ്യം എഴുതിയാൽ മതി. 9 പ്രാവശ്യം എഴുതിയാൽ അവർക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടും, ഉത്തമമായ റിസൾട്ട് കിട്ടും. ഏറ്റവും നല്ലത് അങ്ങനെയാണ്. പക്ഷെ ഈ പറയാനും അതേപോലെ വായിക്കാനും എഴുതാനും അറിയാത്ത കുട്ടികൾക്കാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞത് സ്റ്റഡി റൂമിൽ ഒട്ടിക്കുക അല്ലെങ്കിൽ ബുക്കിൽ ഒട്ടിച്ച് വെക്കുക ചെയ്യാൻ. സ്റ്റഡി റൂമിൽ ഒട്ടിച്ച് വെക്കുമ്പോൾ നമ്മൾ ഒരു പ്രത്യേക കാര്യം പറയാൻ വിട്ടുപോയി. വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് നമ്മൾ എഴുതിയിട്ട്, ഈ മന്ത്രം എഴുതിയിട്ട് വലുതായി ഒരു വൈറ്റ് പേപ്പറിൽ റെഡ് മെഷി പേന കൊണ്ട് തന്നെ എഴുതണം കേട്ടോ. അങ്ങനെ എഴുതിയിട്ട് ഒട്ടിച്ചു വെച്ചാൽ ഏറ്റവും ഉത്തമമാണ്.
അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക സരസ്വതി ദേവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ കുറേ പേര് നീട്ടി വലിച്ചു എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. ചിലവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഒരിക്കൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ചിലവർക്കാവുമ്പോൾ പെട്ടെന്ന് ഒരിക്കൽ പറഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ട് ക്ഷമിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണും വരെ ബായ്.